ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണിച്ചനാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു സഹായഹസ്തവുമായിട്ടാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോയ്ക്ക് വന്നിരിക്കുന്നത് മലപ്പുറത്ത് ഓട്ടോ ഓടിച്ച് ജീവിതം മുന്നോട്ട് നയിച്ചിരുന്ന ഹനീഫ്ക എന്ന ഒരു സഹോദരന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അദ്ദേഹം ഒരു ആക്സിഡന്റിൽപ്പെട്ട് ഇപ്പോൾ കിടക്കയിലാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മളുടെ ആക്കപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ ആക്കപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഹനീഫ്ക എന്നാണ് പുള്ളിയുടെ പേര്, ഹനീഫ എന്നാണ്. അപ്പോൾ ഹനീഫ്കയുടെ വീട്ടിൽ ഞാൻ വന്നതാണ്. കാരണം എന്നാന്ന് വെച്ചാൽ, ഞാൻ മലപ്പുറത്ത് ഒരു 12 വർഷം കട നടത്തുമായിരുന്നല്ലോ, ഹോട്ടൽ നടത്തുമായിരുന്നല്ലോ. അപ്പോൾ അവിടെ എനിക്ക് എൻ്റെ അവിടുത്തെ ഒരു നല്ല ഫ്രണ്ടാണ്. അപ്പോൾ അദ്ദേഹം ഓട്ടോ ഓടിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം അതുകൊണ്ടാണ് ഉപജീവന മാർഗമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ആക്സിഡന്റ് ആയി. കാരണം അദ്ദേഹം ഓടിച്ചിരുന്ന ഓട്ടോയിലേക്ക് 2 പിള്ളേർ റോങ് സൈഡിൽ കൂടെ കയറി വന്നിട്ട് അദ്ദേഹത്തിന്റെ ഇരിക്കുന്ന ഭാഗത്തേക്ക് വന്ന് ഇടിച്ച് കയറിയിട്ട് അദ്ദേഹത്തിന്റെ കാലും എല്ലാം ഒടിഞ്ഞു പറഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് കിടപ്പിലാണ്, അതായത് തളർന്ന് കിടപ്പിലാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓപ്പറേഷനും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം വീട്ടിലാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ കാണാനായിട്ട് വന്നതാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഹനീഫ്കയുടെ വീട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ വീട്ടിലെ ഹനീഫ്ക അകത്ത് കിടക്കുകയാണ്. ഇതുമായിട്ട് നമുക്ക് സംസാരിക്കാം, വിശേഷങ്ങൾ നമുക്കറിയാം. കാരണം എന്ന് വെച്ചാൽ ഇത് ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഞാൻ നേരി കണ്ടിട്ടില്ല. അദ്ദേഹം എന്നോട് സങ്കടപ്പെട്ട് പറഞ്ഞപ്പോൾ എന്നോട് അത്രയ്ക്ക് ആത്മാർത്ഥത ഉള്ള ഒരു ഫ്രണ്ടാണ്. അതുകൊണ്ടാണ് എന്നോട് എല്ലാ കാര്യവും പറഞ്ഞു. ഒന്ന് കാണണം, ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണണം, ഒന്ന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വന്നതാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറുകയാണ്. നമുക്ക് വീട്ടിനകത്ത് പോയി ഹനീഫ്കയെ കാണാം. ഹനീഫ്ക, എന്താ പറ്റിയേ? ആക്സിഡന്റ് ആയല്ലേ? എന്നോട് പറഞ്ഞപ്പോ സങ്കടം കേട്ടപ്പോ ഞാൻ ഇന്നലെ രാത്രിയിൽ എനിക്ക് മെസ്സേജ് വന്നത്, ഞാൻ ആ ഓടിയെത്തിയത്. എനിക്ക് ഹനീഫ്കയോടുള്ള അത്ര ആത്മാർത്ഥത ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഹനീഫ്കയൊക്കെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹനീഫ്കയുടെ കുറച്ച് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഹനീഫ്കയ്ക്ക് എങ്ങനെ ഇത് ആക്സിഡന്റ് ആയത്? മുളയ്ക്കോ? രാത്രി 9 മണിക്ക് ഇവിടെ പേരന്റെ അടുത്തേക്ക് എത്താനായി. മലപ്പുറത്തു നിന്നാണോ പോകുന്നത്? ഇപ്പോഴും മലപ്പുറത്തായിരുന്നു ഓടിച്ചോണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ അന്ന് മുതൽ മലപ്പുറത്തുണ്ട് അല്ലേ? ഞാനൊരു 12 വർഷം അവിടെ മലപ്പുറത്ത് കട നടത്തി. അപ്പൊ ഹനീഫ്കയായിട്ട് എനിക്ക് ആ ഒരു അടുപ്പമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കടയിൽ നിന്ന് വീട്ടിലേക്ക് പോയി. കാരണം എന്റെ കൂട്ടുകാരൻ ആണെങ്കിലും ഗൾഫിലൊക്കെ പോയി. പിന്നെ നമ്മൾ കട സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഞാൻ അങ്ങ് പോയി. പിന്നെ ഹനീഫ്കയായിട്ടൊരു കോണ്ടാക്ട് ഇല്ല. ഫോണിൽ കൂടെ നമ്മളെ ഇടയ്ക്ക് സംസാരിക്കുമെന്നല്ലാതെ നമുക്കറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു കഴിഞ്ഞ ദിവസം എന്നായിരുന്നു ഇത്? ജൂൺ ചൊവ്വാഴ്ച 30-ാം തീയതി അല്ലേ? 30-ാം തീയതി രാത്രി 9 മണിക്ക് 9 മണിക്ക് അവിടുന്ന് ഓട്ടോയ വീട്ടിലേക്ക് വരിക. കിലോമീറ്റർ ഇല്ല. നമ്മുടെ മേലാറ്റൂർ എത്തറായി അല്ലെ? ഈ സ്ഥലത്തിന്റെ പേരണ ആക്കപ്പറമ്പിലെ വീടാണ് ഇത്. അപ്പൊ ആക്കപ്പറമ്പിലേക്ക് എത്താറായി. ഇപ്പൊ ഹനീഫ്ക മലപ്പുറത്തു നിന്ന് പോന്നിട്ട് ഇപ്പൊ 2 വർഷമല്ലേ ഇപ്പൊ ഇവിടെ താമസിക്കാൻ തുടങ്ങി. അപ്പൊ മലപ്പുറത്തായിരുന്നു ഹനീഫ്ക താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇവിടെ 2 വർഷമായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ ഹനീഫ്ക ഈ പറഞ്ഞ കണക്ക് ഇവിടെ അന്ന് രാത്രി വന്നപ്പം എന്ത് സംഭവിച്ചു? രാത്രി ഞാൻ എന്നും ഈ 2 വർഷമായിട്ട് എനിക്കിന്റെ പേരേക്ക് ലെഫ്റ്റിക്കാണോ പോയത്. ഞാൻ വെറുതെ ലെഫ്റ്റ് വെച്ച് ഇങ്ങനെ പോവുകയാണ്. അതിൽ ഈ ചെക്കന്മാര് നേരെ എന്റെ എതിരെക്കൊള്ള വന്നു. രണ്ടുപേര്. എത്ര വയസ്സൊക്കെ ഉണ്ടാവും? 18 വയസ്സൊക്കെ ഉണ്ടാവും. ലൈസൻസ് ഉണ്ടാവണോ? അറിയില്ല. അങ്ങനെ വന്നിട്ട് എടുത്തുക്കൊന്നാണ് അടിച്ചു കയറിയത്. അങ്ങനെ നേരെ എന്റെ ഊരമക്ക വന്നു ഇടിച്ചു കയറുക. അതായത് നമ്മൾ കാക്കു ഇരിക്കുന്ന ആ ഗ്യാപ്പിലേക്ക് വന്ന് ഇടിച്ചു കയറി. അതായത് റോങ് സൈഡിൽ കൂടെ വന്ന് ഇടിച്ചു കയറുക. എന്റെ കാല് വെച്ചിട്ട് അടിയിലെ ഇതുണ്ടല്ലോ, അതൊക്കെ അടിയിൽ കൊണ്ടുവന്നു. അയ്യോ, അങ്ങനെ അവിടെ വെച്ച് ബോധമൊക്കെ പോയോ? ബോധം പോയില്ല. ചർച്ചയായതായി വണ്ടി ആൾക്കാരെല്ലാം കൂടി വന്നു. വണ്ടി അങ്ങ് മറിഞ്ഞല്ലേ? വണ്ടി പറഞ്ഞില്ല. നിയന്ത്രണം വിട്ടാണ് നിന്നു, ഇടിച്ചു നിന്നു. ചളിയിലാണ് നിന്നു. അതായത് ഞാൻ ഇങ്ങോട്ട് പോയിരുന്ന വണ്ടി തിരിഞ്ഞ് അങ്ങോട്ട് തന്നെ പോയി. മലപ്പുറത്തേക്ക് തിരിഞ്ഞ്. അത്രയ്ക്കുള്ള ഇടിയായിരുന്നു ചെക്കന്മാർ. അപ്പൊ അത്രയ്ക്ക് ഓർത്തേക്കാ വന്നു.
അങ്ങനെ ഇടിച്ചിട്ട് അത് എവിടെയുള്ള പിള്ളേരാന്നൊക്കെ അറിയാം. അത് ഈ കപ്പപ്പുറം പെരിന്തൽമണ്ണ മുള്ളിയാംകുറിശി. ചോദിച്ചറിഞ്ഞപ്പോ പെരിന്തൽമണ്ണ ഭാഗത്തുള്ളവരൊക്കെ. അങ്ങനെ ഒരാള് പട്ടിക്കാട്. പട്ടിക്കാട്. ഞങ്ങള് പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തു. അവര് വീട്ടിലേക്ക് വന്നില്ല. അല്ല, നിങ്ങള് പോലീസ് സ്റ്റേഷനില് കൊണ്ട് പരാതിയൊക്കെ കൊടുത്തതാ അല്ലേ? പരാതി കൊടുത്തു. ഞങ്ങള് പിന്നെ ആദ്യം മൗലാനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആദ്യം നമ്മൾ ആക്സിഡന്റ് നടന്നപ്പോ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് ആൾക്കാരെല്ലാം ഇവിടെ പെട്ടെന്ന് കൊണ്ടുപോയത് മൗലാനയില. ബില്ല് താങ്ങാത്തോണ്ട് ഞങ്ങള് ഇവിടുന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് കേൾക്കണം. മൗലാന ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റല്. അപ്പൊ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല അല്ലേ? അപ്പൊ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഓര് പറഞ്ഞ ഓർക്ക് അവിടെ നിന്ന് സർജറി ചെയ്യണം മൗലാനി. ഞങ്ങള് സമ്മതിച്ചില്ല. കാരണം ഫീമോയ ഒരു തുകയാവും. നല്ല തുകയാവും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മൗലാനെ പോകാൻ കാരണം അവിടെ നിന്ന് ആൾക്കാർ പെട്ടെന്ന് ആംബുലൻസ് ആംബുലൻസ് ഇവർ കൊണ്ടുപോയതാണ്. അവര് കൊണ്ടുപോയത്. ഞങ്ങൾ പിന്നെ ഇവരാരുടെ 10-10:30 മണിയായിപ്പോണ്. അപ്പോഴാണ് ഞങ്ങൾ അറിയേണ്ടത്. ഉപ്പാനെ കൊണ്ടുപോയത് അവിടെ നിന്ന് ആൾക്കാരെല്ലാം കൂടെ ആൾക്കാർ ആംബുലൻസ് വിളിച്ച് അപ്പൊ കൊണ്ടുപോയതാണ്. പെട്ടെന്ന് വന്ന ഒരു ആംബുലൻസ് കയറ്റിക്കൊണ്ട് അങ്ങ് പോയി. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അറിയുന്നില്ല മൗലാന ഹോസ്പിറ്റലിൽ ചെന്നു. നിങ്ങൾ ചെല്ലുമ്പോ മൗലാന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഇപ്പാനെ കണ്ണിന്റെ ഇവിടെ ഒരു മുറിയുണ്ട്. തോലൊക്കെ ഇതാക്കി ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് പോലെ പിന്നെ അവിടെ സ്കാനിങ് ഒക്കെ എടുത്തു. അപ്പൊ അതിന്റെ ഈ ആക്സിഡന്റ് ആയ ഓട്ടോയുടെ വീഡിയോയും ഫോട്ടോയും ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ട്. അതിന്റെ ബൈക്കിന്റെ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. ഉണ്ട്. അപ്പൊ അതിന്റെ എങ്ങനെയായിരുന്നു? റോങ് സൈഡിൽ കൂടെ വന്ന വണ്ടി ഇടിച്ചത്? ഇപ്പൊ ഇപ്പാൻ സൈഡിൽ കൂടി ഇപ്പൊ വീട്ടിക്ക് വരികയാണ്. പിന്നെ റോങ് സൈഡിൽ ഒരു നല്ല സ്പീഡില് ഓര് വരികയാണ്. നേരെ വന്നത് ഇപ്പാന്റെ ഫുഡ് റെസ്റ്റിലാണ്. ഓല ബൈക്കിന്റെ ടയറിന്റെ ഇടിച്ചു കയറി. അത്ര സ്പീഡില് നേരെ. അതാണ് ഈ ഇടത്തെ കാലിന് അപകടം വന്നു. ഇടത്തെ കാലിന് അപകടം വരാൻ കാരണം റോങ് സൈഡിൽ കൂടെ വന്ന് ഇടിക്കുമായിരുന്നു അല്ലേ? അപ്പൊ ഓര് ഇപ്പാന്റെ ഓട്ടോനെ മുന്നിക്ക് വന്നപ്പോ ഇപ്പൊ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതാണ്. അത് ശരി. ആ കട്ട് ചെയ്ത് കൊടുത്തത് നേരെ ഓരോ ബൈക്കിന്റെ ടയറ് നേരെ ഇപ്പാന്റെ ഫുഡ് റെസ്റ്റ് ചെന്ന് ഇടിച്ചു കയറി. എന്നിട്ട് ഇവര് ബൈക്ക് എന്നിട്ട് എന്താ ചെയ്തേ? ബൈക്ക് അവിടെ കിടപ്പുണ്ട്. അല്ല അവൻ ഞങ്ങളിപ്പോ അപ്പൊ നോക്കാൻ പോണ നേരല്ല ഹോസ്പിറ്റലിൽ ഓല ആൾക്കാർ ആരൊക്കെ വന്ന് ബൈക്ക് ഇപ്പാന്റെ ഓട്ടോ അവര് ഇടിച്ച സ്ഥലത്തുനിന്ന് മാറ്റിയിട്ട് ബോട്ടോടെ പുറകെ കാരണം എന്താ വെച്ചാല് തെളിവൊക്കെ നശിപ്പിക്കാനായിരിക്കും അങ്ങനെ കൊണ്ടിട്ട് മാറ്റിയിട്ടല്ലേ? അതിപ്പോ കിടന്നിടത്തുനിന്ന് മാറ്റിയിട്ട്. അപ്പൊ അതാണ് സംഭവിച്ചത്. എന്നിട്ട് നിങ്ങൾ അത് പറഞ്ഞില്ല, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ മഞ്ചേരി ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയല്ലോ. നിങ്ങൾ മൗലാനിയിൽ നിന്ന് നേരെ മഞ്ചേരി ഹോസ്പിറ്റലിൽ മഞ്ചേരിന്ന് പോലും മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജ് ഞങ്ങൾക്ക് മഞ്ചേരി പോയപ്പോ അവിടെ ബെഡ് ഒഴിവില്ല. അവിടെ ബെഡ് ഒഴിവില്ല. ഇനി ആരും എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോ മഞ്ചേരിയില് അങ്ങനെ ഇങ്ങനെ അവസ്ഥയിൽ ഇപ്പൊ ഞങ്ങളായിട്ട് നമ്മൾ കൊണ്ടുപോയി അങ്ങനെ പിന്നെ നമ്മള് സാധാരണക്കാരെ ആശ്രയിക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. അത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജല്ലേ മഞ്ചേരി? അല്ല, അത് കഷ്ടമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് വരുമ്പോ ഇപ്പൊ വേദനയോട് ഇപ്പൊ ഇടുന്ന ഇതാവണം. വേദന കൊണ്ട് പൊളയോ? എന്നോട് പറഞ്ഞു കിരിക്കിരാന്നുള്ള സൗണ്ട് ഒക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ ചാടി പുറത്തേക്ക് വന്നില്ലേ? അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മള് മെഡിക്കൽ മഞ്ചേരി കൊണ്ടുപോകുമ്പോൾ ഓല് പറയുന്നത് ഇവിടെ ബെഡില്ല, ഇവിടെ ഞാളെടുക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഓല് നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു. മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിട്ടു. ഞങ്ങൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ആളൊന്നും ഇല്ല. പിന്നെ അതുമല്ല, ഇവിടുന്ന് മലപ്പുറത്തുനിന്ന് ഇത്രയും ദൂരത്തുനിന്ന് ഏതായി പാണ്ടിക്കാട് അടുത്തുനിന്ന് അങ്ങ് വരെ പോകണമെങ്കിൽ ആക്കപ്പറമ്പിൽ നിന്ന് അങ്ങ് വരെ പോകണമെങ്കിൽ എത്രയോ കിലോമീറ്റർ പോകണം. അതിനുള്ള സാമ്പത്തിക ശേഷിയും നമുക്കില്ല. അതുപോലെ പുറത്തു പോയി റൂം എടുത്ത് താമസിക്കാനൊന്നും നമുക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ആംബുലൻസ് വിളിച്ചു തരാമെന്ന്. നേരെ മറിച്ച് നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ ആംബുലൻസ് തരത്തില്ല. നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്തണം. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. അതായത് മെഡിക്കൽ കോളേജിലേക്ക് ഇവർ അങ്ങോട്ട് കോഴിക്കോടേക്ക് പറഞ്ഞു വിടാനാണ് നോക്കുന്നത്, അല്ല മഞ്ചേരിയിലേക്ക് അഡ്മിറ്റ് ചെയ്യാനല്ല നോക്കുന്നത്. അപ്പൊ മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ് കൊണ്ട് എന്താണ് അർത്ഥം? നമ്മൾ മലപ്പുറംകാർക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജ് അല്ലേ ആവശ്യമുള്ളത്? അങ്ങനെയെന്ന് പറഞ്ഞായിരുന്നു അവര്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവാണെങ്കിൽ കോഴിക്കോടേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ അന്വേഷിച്ചില്ലേ? പിന്നെ ഞങ്ങള് വേറെ വലിയ ആംബുലൻസ് വിളിച്ചത് ഇതിന് കെടുക്കാനും സൗകര്യമുള്ള ഒരു ആംബുലൻസ് വിളിച്ചോടുന്നേ. പിന്നെ അതിന് ഞങ്ങളൊക്കെ പൈസ കയ്യില്ല. പിന്നെ എങ്ങനെയൊക്കെ ഞങ്ങൾ ഇവിടെ സംഘം അവിടെ നിന്ന ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്താണ്, കടം തന്നോ? 1500 ഞങ്ങള് പിന്നെ MES എത്തിച്ചു കൊണ്ടുപോയത്. പിന്നെ ഈ രക്തം പിന്നെ പരിശോധിച്ചാല് അങ്ങനെ പല ടെസ്റ്റുകളും അതിനൊന്നും ഞങ്ങളൊക്കെ പൈസ ഇല്ല. ഇനിയിപ്പൊ നമുക്ക് മുന്നോട്ട് എങ്ങനെയാന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അല്ലേ? ഒന്നും കിട്ടിയില്ല.
പിന്നെ അവിടുന്ന് ഞങ്ങൾ എന്നിട്ട് കൊറേ ഇതായി എന്താ ചെയ്യാന്നൊരു കൊടുത്തില്ല. ഏതായാലും പിന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് പൈസ ഒന്നുമില്ല, ഞങ്ങൾ ലാസ്റ്റ് നിങ്ങൾ കാട്ടിക്കാണ്ട് ഇതാക്കി ഒരു കാർഡ് ഒന്നുമില്ലേ, ആ കാർഡിമ്മ ഞങ്ങൾ മരുന്നൊക്കെ ഇങ്ങനെ വാങ്ങി ലാസ്റ്റ് ഒരു ബില്ല് തന്നു. പിന്നെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഓല് ഇതാക്കിയിട്ട് ഓല് പിന്നെ ഇപ്പാനെ വന്ന് കാണിയായി. ഏത് പോലീസ് സ്റ്റേഷനിലാണ്? മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ പരാതി കൊണ്ട് കൊടുത്തു. ആരൊക്കെയാ പോയി കൊടുത്തേ പരാതി? ഞങ്ങള് നേരിട്ട് ഹോസ്പിറ്റലാണ്, പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആംബുലൻസ് ഞങ്ങൾ പോയി. ആണല്ലേ? ആംബുലൻസിൽ തന്നെ പോയി. ആംബുലൻസ് പോയിട്ട് ഓലാണ് എന്ത് ഞങ്ങൾ വന്നൊക്കെ ഇങ്ങോട്ട് ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ഇങ്ങോട്ട് പൊയ്ക്കോളി നടക്കാൻ ഞങ്ങൾ അവിടെ പറഞ്ഞയച്ചു പോലീസ് സ്റ്റേഷനിൽ. പോലീസ് സ്റ്റേഷനിൽ. പിന്നെ അതെനിക്കാണ് പിന്നെ പിറ്റേന്ന് ഇവളും മരുമകനും എന്റെ മുത്തച്ഛന്റെ മകനും മേലാറ്റൂർ പോലീസ് സ്റ്റേഷൻ. മേലാറ്റൂർ പോലീസ് സ്റ്റേഷൻ. അത് ശരിക്കും നീതി കിട്ടേണ്ട ഒരു സ്ഥലമാണ്. നമ്മളൊരു ആക്സിഡന്റ് ആയിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അതുപോലെ നിങ്ങൾക്ക് വേറെ ആരുമില്ല. അതായത് ഈ പറഞ്ഞ കാക്കുവിന്റെ ഭാര്യയും കാക്കുവിന്റെ മോളും മാത്രമേ ഉള്ളൂ. 2 പെണ്ണുങ്ങളാണ്. പരസഹായം പോലും ഇല്ലാതെ അവര് ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ആ വന്ന ആംബുലൻസിൽ അവിടെ ചെന്നിട്ടൊന്ന് പരിഗണിക്കാൻ പോലും മനസ്സ് കാണിച്ചില്ലെന്നാണ് അവര് പറയുന്നത് അല്ലെ? അന്നേരം നിങ്ങൾ എന്തിനാ ഇവിടെ വന്നെന്ന് ചോദിച്ച് നിങ്ങളിപ്പോ ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ഇങ്ങോട്ട് എന്തെങ്കിലും ഇങ്ങോട്ട് വന്നത് പൊയ്ക്കോളി ഞങ്ങൾ അങ്ങോട്ട് വരാന്നൊക്കെ പറഞ്ഞു. അവരിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞോ പരാതി കൊടുത്തപ്പോ? ഇതുവരെ വന്നിട്ടില്ല. എന്നാ പരാതി കൊടുത്തെന്നാ? പരാതി ഞങ്ങള് പിന്നെ അവിടുന്ന് ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾ കൊടുത്തു. പക്ഷെ ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ പരാതി എഴുതി കൊടുത്തു. ഇന്നലെ പോയി എന്നിട്ട് എഴുതി കൊടുത്തു. രണ്ടാമത് അവിടെ ചെന്നിട്ട് ആദ്യം സ്വീകരിച്ചില്ല. അപ്പൊ നിങ്ങൾ ഇന്നലെ പോയി പരാതി കൊടുത്തു. പോയപ്പോ ഓല് പരാതി ജസ്റ്റ് വായിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് തന്നു. നിങ്ങളുടെ തന്നെ തന്നു? അങ്ങോട്ട് അവര് വാങ്ങില്ല, അങ്ങോട്ടേ തന്നു. എന്തോ മേലാറ്റൂർ പോലീസ് അങ്ങനെ ഒരു പിന്നെ എന്താ ഓല ഇന്റിമേഷനാണ് ആദ്യം ചെന്നിട്ടുണ്ട് അങ്ങോട്ട്. അപ്പൊ ഒരു കേസ് ഉണ്ടാവുമ്പോ 2 കൂട്ടരും പരാതി കൊടുക്കൂല, ഒരു കൂട്ടരെ സ്വീകരിച്ചുള്ളൂ, അപ്പൊ അത് മതി അങ്ങനൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് നിങ്ങളെ ഇവിടെ വീട്ടിൽ വന്ന് ഇതുവരെ ഒന്ന് അന്വേഷിക്കാനോ ഒന്നും ചെയ്തില്ല? ഫോൺ ചെയ്തിട്ടില്ല? ഫോൺ ചെയ്തിട്ട് എന്താ ചോദിച്ചേ? ഫോൺ ചെയ്തിട്ട് ഓല് പിന്നെ ഓല് ഇന്നലെ ഓട്ടോനടുത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും അപകടം പറ്റിയതൊക്കെ എഴുതിയെടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കുറ്റമല്ലെന്നാണ് പറഞ്ഞത്. കാരണം റോങ് സൈഡിൽ കൂടെ വന്നു. അതാണല്ലോ ഇടതുകാലിന്റെ ഇവിടെ പൊട്ടിയതും കാര്യങ്ങളൊക്കെ. അപ്പോ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. കാരണം ഈ വീട്ടിന്റെ ന്യായമായ ഒരു ആവശ്യം പോലും സാധിച്ചില്ല. നമുക്ക് കിട്ടണം, നീതി കിട്ടണം. കാരണം നമ്മുടെ കുറ്റമല്ലല്ലോ. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായെങ്കിൽ അത് ബഹുമാനപ്പെട്ട രാഷ്ട്രീയക്കാരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇവർക്ക് കിട്ടിയ ദുരനുഭവം ഇതാണ്. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നെന്ന്? പിന്നെ സാധാരണക്കാരെ എങ്ങോട്ടാ ചെല്ലണ്ടേ? പോലീസ് സ്റ്റേഷനിലല്ലേ വേണ്ടേ? നീതി കിട്ടേണ്ടത് അവിടെയല്ലേ? അപ്പോ ഞാനാണ് തുറന്നു പറയുന്നത്. നമുക്കാണേലും ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളെ പരിഗണിച്ചില്ലെങ്കിൽ നമ്മൾ ഒരു കൊച്ചു പെൺകുട്ടിയല്ലേ, ഒരു പെൺകുട്ടിയല്ലേ, അത് നീതിക്ക് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നു. അതാണ് ഇവര് പറയുന്നത്. അതായത് ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവർക്ക് വേണ്ടുന്ന അർഹതപ്പെട്ട പരിഗണന കിട്ടിയില്ല. പിന്നെ തുടർ ചികിത്സയ്ക്ക് പണം എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് ഇപ്പൊ വിഷമിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾക്ക് ഒരു ബുധനാഴ്ച ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പൊ ഞാൻ ആംബുലൻസ് വിളിച്ചതന്നെ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ കത്തി കൊണ്ടാ പറ്റുള്ളൂ, ഓട്ടോറിക്ഷ കൊണ്ടാ പറ്റില്ല. ആംബുലൻസ് തന്നെ വേണം. ആംബുലൻസ് തന്നെ വേണം. ഇതിനൊക്കെ പണം കണ്ടെത്തണ്ടേ? ഇതിനൊക്കെ പണം കണ്ടെത്തണം. പിന്നെ മരുന്ന് മാസം നല്ല വിലന്റെ മല. ഞങ്ങൾ ഓരോ പോക്കിന് 2000-2500 ഓരോ. നമ്മളിപ്പോ ഓട്ടോ ഓടിക്കുന്നവരെ സംബന്ധിച്ച് നമുക്കറിയാലോ. ഡിസ്ചാർജ് ആയപ്പോ 9 വീതം മരുന്ന് നമ്മൾ വാങ്ങിയതല്ലേ? കാക്കു കണ്ടില്ലേ സങ്കടപ്പെട്ടുകൊണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവിടെ വന്നപ്പോ കാക്കു കരയായിരുന്നു. കാരണം എന്താ വെച്ചാൽ എന്നെ കണ്ടപ്പോഴേ കാക്കുവിന്റെ എന്താണ് നമ്മള് വന്നപ്പോ കാക്കു എന്നെ എന്തെയും ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു മൂത്ത ജ്യേഷ്ഠന്റെ സ്ഥാനമാണ് ഈ കാക്കു. അതുകൊണ്ട് കാക്കുവിനെ കാണാൻ വേണ്ടി ഞാൻ അത്രയും ദൂരം നോക്കി ആലപ്പുഴയിൽ നിന്ന് രാവിലെ ഇറങ്ങിയതാണ്. ഞാൻ ഇപ്പൊ ഇവിടെ വന്നപ്പോ 6 മണിയായി. ഈ 6 മണി ടൈമില് ഇപ്പം അതുകൊണ്ടാണ് വെളിച്ചക്കുറവും കാര്യങ്ങളൊക്കെ വീഡിയോയിലുള്ളത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കാക്കു അകത്തെ റൂമിലാണ് കിടക്കുന്നത്. ചെറിയ റൂമും പരിമിതിയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വീഡിയോ എടുക്കാനും ചെറിയ നമുക്ക് അസൗകര്യമൊക്കെ ഉണ്ട്. ഉള്ള സ്ഥലത്ത് നിന്നുകൊണ്ടാണ് എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ കാക്കു ഈ ബെഡിൽ തന്നെയാണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ കുടുംബം പറഞ്ഞില്ലേ, മലമൂത്ര വിസർജനം പോലും ഇത് എന്തൊരു കഷ്ടമെന്ന് ഓർത്ത് നോക്കി. അപ്പൊ അത്രയ്ക്ക് കാരണം എന്ന് വെച്ചാൽ പയർ പോലെ ഓടി നടന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നമ്മളാരോടും നേരം ചോദിച്ചാൽ പോയിട്ടില്ല. ഈ വണ്ടിയേറ്റും പോയി ഉള്ളതുകൊണ്ട് കഴിച്ചല്ല. നിങ്ങൾക്ക് അറിയാലോ? അറിയാം, എനിക്കറിയാം. നമ്മളിപ്പോ ആരോടും നിങ്ങളോട് മാത്രമേ ഞാൻ ഈ വിവരം പറഞ്ഞു. കാരണം കാക്കുവിനെ ഞാൻ ഇന്നും ഇന്നലെ അല്ലല്ലോ കാണുന്നത്. ആ ഒരു അടുപ്പത്തിന്റെ പേരിലാണ് കേട്ടോ. അതായത് നമുക്കറിയാമല്ലോ. ഞാൻ ഒരു കാര്യം ഞാൻ കറക്റ്റായിട്ട് പറയാം. എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒത്തിരി ബുദ്ധിമുട്ടും സങ്കടവും പ്രയാസവും ഞാൻ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞ രാത്രികളുണ്ട്. അപ്പൊ നമുക്ക് ചില മനുഷ്യരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരില്ലേ. അതായത് അവരെന്നെ ചിലപ്പോൾ ഒരുപക്ഷെ സഹായിച്ചേക്കും. അവരുടെ സാമീപ്യം ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടും. അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓടി വന്ന മുഖമാണ്
സ്വഭാവമാണ് എന്റെ. അപ്പൊ അദ്ദേഹം ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, സോണിച്ച ഒന്ന് ഇവിടം വരെ ഒന്ന് ഓടി വരും, എനിക്കൊന്ന് കാണാനാ, നിങ്ങളെ ഒന്ന് കാണാനാന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഞാൻ ഓടി വന്നതാണ്. അപ്പോ ഞാൻ നിങ്ങളോട് കരഞ്ഞപേക്ഷിക്കണം. അദ്ദേഹം കരയുകയാണ്. അപ്പൊ ഞാനും നിങ്ങളോട് കരഞ്ഞപേക്ഷിക്കണം, ഇദ്ദേഹത്തെ സഹായിക്കും. കരയണം. ഒരുപാട് സങ്കടമുണ്ട്. കാരണം ഈ ഫാമിലി മൊത്തം ആകെ തകർന്നിരിക്കുകയാണ്. അപ്പോ എനിക്ക് ഇവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാനും നിങ്ങളോട് പറയുകയാണ്, എന്തെങ്കിലും നിങ്ങൾക്കൊരു സഹായം ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ കാക്കുവിന്റെയൊക്കെ ഇവരുടെ അക്കൗണ്ട് നമ്പർ ഞാൻ തരാം. ആ അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക് പൈസ ഇട്ട് കൊടുക്കാം. പിന്നെ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം, ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം. കാരണം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ബോധ്യം ആയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ വിളിക്കാമല്ലോ. ഇവരെ വിളിച്ചിട്ട് ഇവരുടെ നമ്പറിൽ എവിടെ വീട് എന്താന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് വരാം. ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പെരിന്തൽമണ്ണയിൽ നിന്ന് വരുമ്പോ നമ്മുടെ പെരിന്തൽമണ്ണ പാണ്ടിക്കാട് റൂട്ടിൽ ആക്കപ്പറമ്പ് എന്ന് പറഞ്ഞ സ്റ്റോപ്പാണ് കേട്ടോ. ആക്കപ്പറമ്പ് എന്ന് പറഞ്ഞ സ്റ്റോപ്പാണ്. അവിടെ വന്നിട്ട് നിങ്ങൾ ഈ കോണ്ടാക്ട് നമ്പർ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് ബോധ്യപ്പെട്ടിട്ട് എന്തെങ്കിലും കൊടുക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ ഇവരുടെ കോണ്ടാക്ട് നമ്പർ വിളിച്ചിട്ട് വേണമെങ്കിൽ വിളിച്ചിട്ട് വരണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതുപോലെ ഞാൻ പറഞ്ഞില്ല, വയ്യാതെ കിടക്കുന്ന രോഗിയാണ്. ഇപ്പൊ മലമൂത്രം വിസർജനവും ഒക്കെ. അപ്പൊ കുറച്ചൊക്കെ ഇവർക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുക്കുകയൊക്കെ വേണം. അതുകൊണ്ടാണ്. അപ്പൊ ഇതിപ്പോ കട്ടിലെ കൊണ്ടുവന്ന അല്ലേ? അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെയാണ്. ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോ നിങ്ങളൊന്ന് വിളിച്ചിട്ട് വരികയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ വന്ന് കണ്ടു. അതിന്റെ ഒന്നും ആവശ്യമില്ല സുഹൃത്തുക്കളെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വന്ന് ബോധ്യപ്പെട്ട് എന്റെ മനസാക്ഷിക്ക് ഞാൻ ബോധ്യപ്പെട്ട് ശരിയാണെന്ന് ഉറപ്പുള്ള കാര്യമേ ഞാൻ ചെയ്യുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, ഞാനിപ്പോ ഇത്രയും വർഷം ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട്. അപ്പോ എനിക്ക് വേണ്ടിയിട്ട് എന്റെ അക്കൗണ്ടിലേക്ക് ഒന്നുമല്ല ഞാൻ പൈസ ഇടാൻ പറയുന്നത്, ഇവരുടെ അക്കൗണ്ടിലേക്ക്. ഇത് ഇവർക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ്. കാരണം പണത്തിന് അടുത്ത ദിവസം ഇവർക്ക് ആശുപത്രിയിൽ പോകണം, ഇവർക്ക് ആംബുലൻസിന്റെ പൈസ പോലും കൊടുക്കാൻ നിവൃത്തിയില്ല. അത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് സഹായിക്കണം, കരുണയുള്ള മനുഷ്യരാകണം, നിങ്ങൾ കൊടുക്കണം. നമ്മളൊക്കെ എത്രയോ രൂപ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നിങ്ങളെ കഴിയുന്ന ചെറിയ എമൗണ്ട് ഇയാൾ തൊട്ടടുത്തുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ആശുപത്രിയിൽ കുറെ പൈസയൊക്കെ ചെലവാക്കി തൊട്ടടുത്തുള്ള ഒരു ആളാണ് ഇതിനു വേണ്ടി ഇപ്പോഴത്തെ വേറെ ആൾക്കാർ കൊടുത്തതൊക്കെ ഉണ്ട്. പല ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. പല ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് ഇദ്ദേഹത്തെ കൊടുക്കാതെ. അതെ, ഇതെല്ലാം കടമാണ് കേട്ടോ. ഇതെല്ലാം കടമായിട്ട് കിടക്കുന്ന കൊടുക്കാവുന്നുള്ള ഇതില് കാക്കു തരുമെന്നുള്ള ഇതിലാണ്. ഇപ്പൊ ഇവിടെ അടുത്തുള്ള ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ പല കാക്കുമായിട്ട് ബന്ധപ്പെട്ട പല ആൾക്കാരും സഹായിച്ചിട്ടുണ്ട്. കാക്കുവിന്റെ മനസ്സാക്ഷിക്ക് അത് തിരിച്ചു കൊടുക്കാമെന്നുള്ള രീതിയിലാണ്. പക്ഷേ കാക്കുവിന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കാക്കു ഒരു 2-3 മാസം കഴിഞ്ഞാലും എഴുന്നേറ്റ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് ഇവിടുന്ന് കണ്ടില്ലേ, എല്ലൊക്കെ പൊട്ടി ഇത് ഓപ്പറേഷനും ഒക്കെ കഴിഞ്ഞിട്ട് ഫുള്ള് റെസ്റ്റിലാണ്. അതുകൊണ്ട് ഇത് കാണുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ഒന്നും നോക്കണ്ട. ഞാൻ നിങ്ങളോട് പറയണം, അപേക്ഷിക്കുകയാണ്, എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഒന്നീ ഇവരുടെ അക്കൗണ്ട് നമ്പറിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇവരുടെ വീട്ടിലേക്ക് നിങ്ങൾ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് നേരിട്ട് വന്നിട്ട് ആ സഹായം കൈ കൊടുത്താലും മതി. എന്താണെങ്കിലും ചെയ്തു. ഇവരുടെ കൈകളിൽ എത്തണം. അർഹതപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വളരെ വിനീതമായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഇവിടെ വന്നിട്ട് ഞാൻ കുറെ നേരം സങ്കടങ്ങളൊക്കെ മറച്ചു വെക്കാൻ നോക്കി. പക്ഷെ അറിയാതെ ഞാനും വിങ്ങിപ്പൊട്ടി അദ്ദേഹത്തിന് ആവശ്യപ്പെട്ട സമയമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ അദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് യാചിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കാരണം നിവൃത്തിയില്ല. അദ്ദേഹത്തിന്റെ CC പോലും, അതായത് ഓട്ടോ ബാങ്കിൽ അടയ്ക്കാൻ കിടക്കുകയാണ്. അതുപോലെ പല കടങ്ങൾ കിടക്കുകയാണ്. അതുകൂടാതെ ഇത് മാത്രമല്ല, വേറെ മരുന്നുകൾ ഒരുപാട് കഴിക്കുന്നുണ്ട്. അതിന് പോലും ഇപ്പം പൈസ കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോഴതിന്റെ ഇടയ്ക്ക് ഇടിവെട്ടി കണക്കത് ഇത് കണ്ടില്ലേ, ഒരു വലിയ ആക്സിഡന്റ് വന്നത് കിടക്കുന്ന ഒരുപാട് സങ്കടമാണ്. എന്റെ പ്രേക്ഷകർ ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കണം. ഇവർക്ക് എന്തെങ്കിലും സഹായം കൊടുക്കണം. കാരണം വെച്ചാൽ ദൈവം പടച്ചോൻ നിങ്ങളുടെ കുടുംബത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഞാൻ ഹൃദയം നുറുക്കി പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ എത്ര ചെറിയ പൈസ ആയിക്കോട്ടെ വലിയ പൈസ കൊടുത്താല് നിങ്ങളെ പടച്ചോൻ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകില്ല. അപ്പോ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ കാക്കുവിന് എന്തെങ്കിലുമൊക്കെ പ്രേക്ഷകരോട് പറയാനുണ്ട്, എന്നെ സഹായിക്കണം എന്ന് പറയും. കാക്കുവിന്റെ വിഷമങ്ങൾ കാക്കു പറയാം, എന്നെ സഹായിക്കണം. അതാണ് എനിക്ക് ആകെ ഞാനൊന്നിനും പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പൊ. ഈ ഓട്ടോറിച്ചാണെങ്കിൽ ഒരുപാട് ഓട്ടം തന്നെ നടക്കുക. അതിനാണിപ്പോ ഞാനിപ്പോ അന്ന് ഈ സംഭവം സംഭവിച്ചു പോരുമ്പോ എന്റെ കീസിൽ 100 റുപ്യ ഉള്ളത്. ഓട്ടം തീരില്ല. അപ്പൊ കാക്കു വിഷമിക്കണ്ട. കാരണം ഞാൻ എന്നെ പറ്റുന്ന രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കാനായിട്ടൊക്കെ പ്രേക്ഷകരോട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം എന്റെ മനസ്സിലും
ഒരുപാട് വാക്കുകൾ കിട്ടുന്നില്ല. കാക്കുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, കാക്കുവിന്റെ വിഷമങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമെന്നൊക്കെ വിചാരിച്ചിട്ട് പോലും എനിക്ക് വാക്കുകൾ കുടുങ്ങുകയാണ്. തൊണ്ടയിൽ വാക്കുകൾ കുടുങ്ങുന്നത് എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പൊ അത് നമ്മളുടെ ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് പറ്റുന്നവരൊക്കെ ഈ ചികിത്സയ്ക്കുള്ള പണം ഇനിയിപ്പോ അടുത്ത ദിവസം ഇവർ എന്താ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല. അപ്പൊ അവർക്ക് കൊടുക്കണം, വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഞാൻ ഒരു ചെറിയ സഹായം ഞാനിപ്പോ കാക്കുവിന് ഞാൻ കൊടുക്കുകയാണ്. അപ്പോ കാക്കു, ഇത് കുറച്ച് പൈസയുണ്ട്. ഞാൻ ഇനി നമ്മുടെ പ്രേക്ഷകരോടും കൂടെ അവകാശപ്പെട്ട് ചോദിക്കാം. അപ്പൊ പ്രേക്ഷകര് ഇനി കാക്കുവിനെ കൈവിടത്തില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ തന്നതൊക്കെ എന്ന് പറഞ്ഞ ഒരു പരിമിതിയുണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ഇത് പ്രേക്ഷകർ ഏറ്റെടുക്കും. തീർച്ചയായും പ്രേക്ഷകര് കാക്കുവിന്റെ അക്കൗണ്ടിലേക്ക് ഒരു ചെറിയ തുകയെങ്കിൽ നിങ്ങളെ പറ്റുന്ന രീതിയിൽ, പിന്നെ സാമ്പത്തികം ഉള്ളവർ അതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇവരുടെ ഒരു കുടുംബത്തിന്റെ വേദനയിൽ നമ്മളും പങ്കുചേരുന്നതാണ്. അപ്പോൾ പടച്ചോൻ നിങ്ങൾക്ക് വേണ്ടുന്ന നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു വഴിയിലൂടെ നിങ്ങൾക്ക് തന്നോളൂ. അത് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുമ്പോൾ എനിക്കറിയാൻ സാധിക്കും. കാരണം നിങ്ങളെ ഒരിക്കലും നിങ്ങൾക്ക് അപ്പം തീർച്ചയായും, കാരണം അദ്ദേഹത്തിന് ചോദിക്കാനായിട്ടൊക്കെ ഒന്നും പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോ പിന്നെ എന്താണ്, ഇത് പല ആൾക്കാരും അറിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ആൾക്കാരൊന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായും സഹായിക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിന് സഹായിക്കും. ഒരുപാട് കഷ്ടപ്പെട്ട് ചെറുപ്പം മുതലേ കുടുംബത്തിൽ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാണ്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ നിസ്സഹായാവസ്ഥയെ സഹായിക്കണം. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഏറ്റെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റു വീഡിയോയും ഞാൻ പറയുന്നതാണ്, കൺക്ലൂഡ് ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അതായത് എന്ത് പറഞ്ഞാണ് ഞാൻ ഇത് അവസാനിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇദ്ദേഹത്തെ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നിങ്ങളുടെ പ്രിയപ്പെട്ട സോണിച്ചൻ നാട്ടുകാർ നിർത്തുന്നു. നന്ദി, നമസ്കാരം.